നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ച ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭ വിട്ടിറങ്ങിയത്. തുടർന്ന് സഭാ നടപടികൾ സ്പീക്കർ വെട്ടിച്ചുരുക്കി. ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കും. നന്ദി പ്രമേയത്തിനുമേലുള്ള ചർച്ച 2 ദിവസം കൂടി തുടരും. സർക്കാരിനെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് ചൂണ്ടിക്കാണിച്ച് PC വിഷ്ണുനാഥ് സമർപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ തള്ളിയത്. തുടർന്ന് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ച ശേഷം പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭാ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. അതേസമയം പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെ പെൻഷൻ കാലങ്ങളായി മുടങ്ങുന്ന സാഹചര്യമില്ലെന്നും വളയത്ത് ജോസഫ് എന്നയാളുടെ ആത്മഹത്യക്ക് കാരണം പെൻഷൻ മുടങ്ങിയതല്ലെന്നും ധനമന്ത്രി മറുപടിയായി പറഞ്ഞു. ഈ ആത്മഹത്യക്ക് കാരണമായത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് മൂലമാണെന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയും ഉയർന്നു വന്നിട്ടില്ല. ഈ കത്ത് കൊടുത്തത് നവംബർ 9-നാണ്. അതിനുശേഷം നവംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്, ഡിസംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ പെൻഷൻ കഴിഞ്ഞ് അടുത്തൊരു പെൻഷൻ ഡ്യൂ ആവുന്ന സമയം പോലും ആയിട്ടില്ല. അപ്പൊ അങ്ങനൊരു കാര്യമാകുമ്പോൾ അടിസ്ഥാനരഹിതമാണ്. ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ഈ നോട്ടീസ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതനുസരിച്ചിട്ട് ഈ അടിയന്തര പ്രമേയമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. എന്തായാലും ഇത് വസ്തുതാവിരുദ്ധമാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതേസമയം 5 മാസമായി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണെന്നും പെൻഷൻ വിതരണം സംസ്ഥാനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയതെന്നും സഭ വിട്ടിറങ്ങിയ ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 50 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതെ ഞങ്ങൾ ഇന്ന് നിയമസഭ സംഘടിപ്പിച്ചു. 5 മാസമായി ഭിന്നശേഷിക്കാർക്ക്, വിധവകൾക്ക്, അഗതികൾക്ക്, വൃദ്ധരായ ആളുകൾക്ക്, ഇതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചിരുന്നവർ, ഇതുകൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നവർ, ഈ പാവപ്പെട്ടവർക്കൊന്നും പെൻഷൻ കൊടുക്കുന്നില്ല. UDF കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തതിന്റെ രേഖ ഹാജരാക്കാൻ ധനമന്ത്രിയെ PC വിഷ്ണുനാഥ് സഭയിൽ വെല്ലുവിളിച്ചതോടെയാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ പോർവിളിയായത്. തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയതോടെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.